വേൾഡ് ബാങ്കിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF പറ്റിയാണ്. ആഗോള നാണയ സഹകരണം വളർത്തുക, സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക, അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുക, ഉയർന്ന തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിര സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുക, ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം കുറയ്ക്കുക തുടങ്ങിയവയ്ക്ക് വേണ്ടി 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. വാഷിങ്ടൺ DC ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IMFന് നിലവിൽ 190 അംഗരാജ്യങ്ങളുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ IMFൻ്റെ പങ്കിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് IMFൻ്റെ ഒബ്ജക്റ്റീവാണ് പറയുന്നത്. IMFൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ആഗോള നാണയ സഹകരണം വളർത്തുക എന്നതാണ് ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആഗോള നാണയ സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ കറൻസിയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ കുറയ്ക്കുന്നതിനും സാമ്പത്തിക പ്രവചനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും IMF സംഭാവന ചെയ്യുന്നു. സ്ഥിരമായ വിനിമയ നിരക്ക് നിലനിർത്തുന്നതിനും ക്രമാനുഗതമായ കറൻസി ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം സുഗമമാക്കുകയുമാണ് IMF ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ആഗോള നാണയ സഹകരണം വളർത്തുക എന്നതാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സുരക്ഷിതമായ സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അംഗരാജ്യങ്ങളിലുടനീളം സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് IMFൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ മറ്റൊന്ന്. സാമ്പത്തിക പരാധീനതകൾ പരിഹരിക്കുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വെല്ലുവിളികൾ നേരിടുന്ന സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനാവശ്യമായപ്പോൾ സാമ്പത്തിക സഹായം നൽകുക എന്നിവയാണ് IMFൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ സുരക്ഷിതമായ സാമ്പത്തിക സ്ഥിരത അംഗരാജ്യങ്ങൾക്കുടനീളം സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് IMFൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരത്തെ സുഗമമാക്കുക എന്നതാണ്. വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുകയും സാമ്പത്തിക രംഗം തുറന്നു കൊടുക്കുകയും അതിർത്തി കടന്നുള്ള വാണിജ്യത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക തുടങ്ങിയ നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുന്നതിന് IMF നിർണായകമായ പങ്ക് വഹിക്കുന്നു. വ്യാപാര ഉദാരവൽക്കരണ ശ്രമങ്ങളെ പിന്തുണക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ചയാണ് IMF ലക്ഷ്യമിടുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര രംഗത്ത് വ്യാപാരം സുഗമമാക്കുക എന്നതാണ് IMFൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊമോട്ട് ഹൈ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, ഉയർന്ന തൊഴിലും സുസ്ഥിര സാമ്പത്തിക വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. IMFൻ്റെ പ്രോഗ്രാമുകളിലൂടെയും സംരംഭങ്ങളിലൂടെയും ഉയർന്ന തൊഴിൽ നിലവാരവും സുസ്ഥിര സാമ്പത്തിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് IMF ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന് റിഡ്യൂസ് പോവർട്ടി അറൗണ്ട് ദ വേൾഡ്, ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. ദാരിദ്ര്യം പരിഹരിക്കുക എന്നത് IMFൻ്റെ കേന്ദ്ര ലക്ഷ്യമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും നടപ്പിലാക്കുന്നതിനും സാമൂഹ്യ സുരക്ഷാ രംഗം മെച്ചപ്പെടുത്തുന്നതിനും അംഗരാജ്യങ്ങളുമായിട്ട് IMF സഹകരിക്കുന്നു. സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിന് ആഗോളതലത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന ശ്രമങ്ങൾക്ക് IMF സംഭാവന നൽകുന്നു. അപ്പോൾ ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം കുറയ്ക്കുക എന്നുള്ളത് IMFൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണ്. ഇനി IMFൻ്റെ ഫങ്ഷൻസാണ്, പ്രവർത്തനങ്ങളാണ്. വിവിധ പ്രവർത്തനങ്ങളിലൂടെ IMF അതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഏതെല്ലാമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാണ് നോക്കുന്നത്. ഒന്ന്, പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ്, സാമ്പത്തിക സഹായം നൽകുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രശ്നങ്ങൾ നേരിടുന്ന അംഗരാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് IMFൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊന്ന്. ഈ സഹായം അന്താരാഷ്ട്ര കരുതൽ ശേഖരം നിറയ്ക്കാനും കറൻസികൾ സ്ഥിരപ്പെടുത്താനും സാമ്പത്തിക വീണ്ടെടുപ്പിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും രാജ്യങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അംഗരാജ്യങ്ങളിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിന് സാമ്പത്തിക സഹായങ്ങൾ നൽകുക എന്നതാണ് ഈ IMFൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. മറ്റൊന്ന് IMF സർവൈലൻസാണ്. IMF നിരീക്ഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അന്താരാഷ്ട്ര നാണയ വ്യവസ്ഥയുടെയും അംഗരാജ്യങ്ങളുടെയും
സാമ്പത്തിക രംഗത്ത് സ്ഥിരമായിട്ട് IMF നിരീക്ഷണം നടത്തുന്നു. ഈ നിരീക്ഷണത്തിൽ സാമ്പത്തിക പ്രവണതകൾ വിലയിരുത്തുക, സ്ഥിരതയിലേക്കുള്ള അപകട സാധ്യതകൾ തിരിച്ചറിയുക, സുസ്ഥിര വളർച്ചയും സാമ്പത്തിക പ്രതിരോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ ഇതിലൂടെ ആ സർവൈലൻസിലൂടെ അത് തിരിച്ചറിയുന്നു. അങ്ങനെ അന്താരാഷ്ട്ര നാണയ വ്യവസ്ഥയുടെയും അംഗരാജ്യങ്ങളുടെയും സാമ്പത്തിക രംഗത്തെ സ്ഥിരതയ്ക്ക് എന്ത് ചെയ്യുന്നു, അവർ IMF നിരീക്ഷണം നടത്തുന്നു. അതിലൂടെ ഈ സ്ഥിരത അവർ ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മറ്റൊന്ന് കപ്പാസിറ്റി ഡെവലപ്മെൻറ്റാണ്, ശേഷി വികസനമാണ്. സാങ്കേതിക സഹായങ്ങളിലൂടെയും പരിശീലന പരിപാടികളിലൂടെയും അംഗരാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ, ധനമന്ത്രാലയങ്ങൾ, മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവയുടെ സ്ഥാപനപരമായ ശക്തി, ആ ശേഷി അതിനെ ശക്തിപ്പെടുത്തുക, സ്ഥാപനപരമായ ശേഷിയെ ശക്തിപ്പെടുത്തുക എന്നതാണ് IMFൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം. ഈ ശേഷി വികസനം, വരുമാന സമാഹരണം, ബാങ്കിങ് സിസ്റ്റം നവീകരണം, നിയമചട്ടക്കൂടുകൾ, ഭരണം മെച്ചപ്പെടുത്തൽ, ഡാറ്റ റിപ്പോർട്ടിംഗ് മാനദണ്ഡങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ സഹായങ്ങളിലൂടെ, സാങ്കേതിക സഹായങ്ങളിലൂടെയും പരിശീലന പരിപാടികളിലൂടെയും അംഗരാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളെയുമൊക്കെ അതിൻ്റെ ശേഷിയൊക്കെ ശക്തിപ്പെടുത്തുക എന്നതാണ് IMFൻ്റെ മറ്റൊരു പ്രധാന പ്രവർത്തനം. ഇനി നമുക്കതിൻ്റെ IMFൻ്റെ ഭരണ സംവിധാനം, ഗവേണൻസ്. അംഗരാജ്യങ്ങളുടെ ഫലപ്രദമായ തീരുമാനമെടുക്കലും പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നതിനാണ് IMFൻ്റെ ഭരണഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. IMFൻ്റെ ഭരണത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്ന് ബോർഡ് ഓഫ് ഗവർണേഴ്സാണ്. അതാണ് ഓരോ അംഗരാജ്യവും നിയമിക്കുന്ന ഒരു ഗവർണറും ഒരു ഇതര അംഗവും അടങ്ങുന്ന IMFൻ്റെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്ന ബോഡിയാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കുന്നതിനും IMFൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് എഗ്രിമെൻറ്റ് ഭേദഗതി വരുത്തുന്നതിനൊക്കെയുള്ള ഉത്തരവാദിത്വം ഈ വിഭാഗത്തിനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഉയർന്ന ബോഡിയാണ് ബോർഡ് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പം ഭരണ സംവിധാനത്തിലെ IMFൻ്റെ ഏറ്റവും ഉയർന്ന ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു ബോഡിയാണ് ബോർഡ് ഓഫ് ഗവേണൻസ്. ഇനി അതിന് താഴെയായിട്ട് എക്സിക്യൂട്ടീവ് ബോർഡുണ്ട്. ബോർഡ് ഓഫ് ഗവേണൻസിന് തിരഞ്ഞെടുക്കുന്ന 24 അംഗങ്ങൾ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് ബോർഡ് IMFൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുക, അതേപോലെ സാമ്പത്തിക സഹായ പരിപാടികൾ നടത്തുക, നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ഉൾപ്പെടെയുള്ള IMFൻ്റെ പ്രവർത്തനത്തിൻ്റെ വിവിധ വശങ്ങൾ ഇതാണ് ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് ഇവരാണ്. എക്സിക്യൂട്ടീവ് ബോർഡ് സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആവശ്യമെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണമെങ്കിൽ വോട്ടെടുപ്പ് നടത്തുന്നു. ഏതായാലും എക്സിക്യൂട്ടീവ് ബോർഡാണ് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബോർഡ്. പിന്നെ IMFൻ്റെ മാനേജ്മെൻറ്റാണ്. എക്സിക്യൂട്ടീവ് ബോർഡ് നിയമിച്ച IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്നു. മാനേജിംഗ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ബോർഡ് മീറ്റിങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു, IMF സ്റ്റാഫിനെ നയിക്കുന്നു. കൂടാതെ ഓർഗനൈസേഷൻ്റെ തന്ത്രപരമായ ദിശയും നയസംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്നു. അപ്പോൾ IMF മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വിഭാഗമാണ് അതിൻ്റെ പ്രവർത്തന ഉദ്യോഗ വിഭാഗം. അതാണ് ഇവരുടെ ഉദ്യോഗ വിഭാഗം എന്ന് പറയുന്നത് ഇവരാണ്. ഇനി നമുക്ക് ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധി IMF എന്ന് പറയുന്നത് ആഗോള സാമ്പത്തിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിലും അംഗരാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്തുന്നതിലും അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. എല്ലാ അംഗരാജ്യങ്ങളുടെയും സുസ്ഥിര വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അഭിവൃദ്ധി എന്നിവ കൈവരിക്കാൻ പരിശ്രമിക്കുന്ന അന്താരാഷ്ട്ര ധനകാര്യ വ്യവസ്ഥയുടെ മൂലക്കല്ലായിട്ട് IMF പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ട് IMF പ്രവർത്തിക്കുന്നു.